ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, റോയ് പാഷ, അതുപോലെ ഇവിടെ സമഭാഷാതിരിക്കുന്ന സോമൻ പാഷ, അതുപോലെ ജെയിംസ് പാഷ, കടന്നു വന്ന ദൈവജനം, അതുപോലെ അതിഥികളായി കടന്നു വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഒട്ടും സമയം കളയാതെ വേഗം ഒരു വേദവചനം വായിച്ചതിൽ നിന്ന് ദൈവാത്മാവ് തരുന്ന ചില ചിന്തകൾ നിങ്ങൾക്ക് നൽകി വേഗം കാണിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം എന്ന് വായിക്കാം. മർക്കോസ് 5:34. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാരൊക്കെ ഒത്തിരി പ്രാവശ്യം ഈ ഭാഗം പ്രസംഗിച്ച് നാം കേട്ടിട്ടുള്ളവരും പ്രസംഗിച്ച് നല്ല തരമ്പുള്ളവരുമാണ്. എങ്കിലും വീണ്ടും ഈ ഒരു വേദഭാഗം അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിപ്പാൻ ദൈവം എനിക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പലരും പനിയുടെയൊക്കെ അസ്വസ്ഥതയിൽ ഭാരപ്പെടുകയാണ്. അതിൻ്റെ ഭവനത്തിലുള്ളവർ എനിക്കുൾപ്പെടെ ഞാനും കഴിഞ്ഞ ആഴ്ചയൊക്കെ പനിയുടെ അസ്വസ്ഥതയിലായിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ്. എങ്കിലും സ്തോത്രം, ദൈവം നമ്മെ ഇത്രത്തോളം അവിടുന്ന് നിലനിർത്തിയല്ലോ. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോൾ ദൈവം ആ പനിയെ ശാസിപ്പാനിടയായി. ആ വചനം വായിച്ച് തന്നെ ദൈവം നമ്മെ ഓരോരുത്തരെയും വിടുവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവൻ വചനം വായിച്ചാണ് നമ്മെ വിടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ തന്നെ അത് ഹല്ലേലൂയ അനേകർക്ക് വിടുതലായി ആശ്വാസമായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മുഴക്കം കൊടുക്കാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കാം. സ്തോത്രം. വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ബലത്തോടെ ഇല്ലേ, അല്ലെങ്കിൽ ഈ വിടുതലോടെ നീ കടന്നു പോകാം, ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക എന്ന് പറയുവാനിടയായി. സ്തോത്രം. നമുക്ക് ഈ വേദഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 25-ാമത്തെ വാക്യം മുതലാണ് ഈ വിഷയം കൊടുത്തിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷന്മാരും ഇത് ഹല്ലേലൂയ സ്തോത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ വിഷയം 25-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. 12 വർഷമായി ഹല്ലേലൂയ 12 സംവത്സരമായി ഒരു സ്ത്രീക്ക് ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് ഹല്ലേലൂയ രക്തസ്രാവം എന്ന രോഗത്താൽ ഹല്ലേലൂയ അവൾ ഭാരപ്പെട്ടു. അനേക വൈദ്യന്മാരാൽ അവൾ ഹല്ലേലൂയ ഏറിയൊന്ന് സഹിച്ച് അവൾക്കുള്ള നന്മകളൊക്കെയും സ്തോത്രം അവൾ ഹല്ലേലൂയ ചിലവഴിച്ചിട്ടും അവൾക്ക് ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേൾപ്പാനിടയാണ്. 12 വർഷമായിട്ട് ഇവൾ രോഗിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടി പറയാം, യേശുവിൻ്റെ അടുക്കൽ ചെന്നു എങ്കിലും യേശു ഹല്ലേലൂയ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ഇവൾ രോഗിയായിട്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. 12 വർഷമായിട്ട് ഇവൾക്ക് രക്തസ്രാവം എന്ന രോഗമാണ്. ഈ രക്തസ്രാവ രോഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ രക്തസ്രാവവാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ഹല്ലേലൂയ സ്തോത്രം അവർക്കുണ്ടാകുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന അവിടുത്തെ നിയമം ഹല്ലേലൂയ സ്തോത്രം അവർ മറ്റുള്ളവരുമായിട്ട് അവർക്ക് സഹകരിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. അവർക്ക് അനുവാദമില്ല. ഹല്ലേലൂയ. അവരുടെ വസ്ത്രത്തിൽ പോലും മറ്റുള്ളവർക്ക് തൊടുവാൻ അനുവാദമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവർ ഹല്ലേലൂയ പാളയത്തിന് പുറത്തായിരിക്കണം. ആരുമായിട്ടും സംസർഗം ഉണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ. ഒത്തിരി നിയമങ്ങൾ അവരെ വരിഞ്ഞു മുട്ടിയിരിക്കുകയാണ്. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞാൽ ഈ രക്തസ്രാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവില്ല, രക്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകം ഹല്ലേലൂയ 12-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. രക്തത്തിലാണ് മനുഷ്യൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഹല്ലേലൂയ രക്തം തകർന്ന് അല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന പോലെ ഇഞ്ചിഞ്ചായി അവൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ മരണത്തിന് ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ അവൾ മരിക്കപ്പെടും. അതേ ഒരു അവസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന് അടിമയാണ് ഈ സ്ത്രീ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇവള് ഹല്ലേലൂയ യേശുവിനെ കുറിച്ചുള്ള ഒരു വർത്തമാനം കേട്ടു. സ്തോത്രം.
ഒരു മനുഷ്യന് വിശ്വാസം വരുന്നത് യേശുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ്, വചനം കേൾക്കുമ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായം ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം ഹല്ലേലൂയ കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴാണ്. വചനത്താലാണ് ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ വന്നിരുന്നത് അല്ലെങ്കിൽ വചനത്തിന്റെ കേൾവിയാലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്കും ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെക്കുറിച്ച് അല്ലെ കർത്താവിനെ കുറിച്ചൊരു വചനം കേൾപ്പാൻ അല്ലെ കർത്താവിനെ കുറിച്ചുള്ള ചില കേൾവികൾ കേൾക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയാണ് ഇപ്പോൾ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ഇവൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഇവൾക്കൊരു വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ ഇവൾ പറയും, ഇവൾ തന്റെ മനസ്സിൽ വലിയ ഒരു വിശ്വാസത്തിൽ ഉറച്ചെന്താ വിശ്വാസം? എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് പോയി തൊടുക. സത്യത്തിൽ ആ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ അവൾക്ക് തൊടുവാൻ അനുവാദമില്ല. ആ കർത്താവിന്റെ വസ്ത്രത്തിൽ പോലും തൊടുവാൻ അവൾക്ക് അനുവാദമില്ല. പ്രത്യേകിച്ച് യഹൂദനാണ്. യഹൂദന്റെ വസ്ത്രത്തിൽ തൊടുവാൻ മറ്റൊരാളിന് എന്തില്ല, അനുവാദമൊന്നുമില്ല. ഒത്തിരി നിയമങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക. സ്തോത്രം. എങ്കിലും അവളുടെ തകർച്ച കാരണം, അവളുടെ അവന്തരത്തെ അവസ്ഥ കാരണം അവൾ മുൻപും പിൻപും ചിന്തിച്ചില്ല. അവൾ യേശുവിനെ തൊടുവാനായി ചെന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ഇവള് ഏറിയൊന്ന് സഹിച്ചെന്നാ പറയുന്നത്. കാരണം ഇവൾക്കുള്ള നന്മകളെല്ലാം ഇവൾ എന്ത് ചെയ്തെന്നറിയാമോ? വൈദ്യന്മാർക്ക് കൊടുത്ത്. ലോക വൈദ്യന്മാരാൽ ഇവൾ ഒത്തിരി എന്ത് ചെയ്ത് സഹിച്ചെന്ന. ചില ചികിത്സയൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഹല്ലേലൂയ. വൈദ്യന്മാർ പറയുന്ന പല ചികിത്സകളും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവൾ ഏറിയൊന്ന് വൈദ്യന്മാരാൽ സഹിച്ചവളാണ്. ഹല്ലേലൂയ. ഇവളുടെ നന്മകളെല്ലാം വൈദ്യന്മാർ കൊണ്ടുപോയി. എങ്കിലും ഇവൾക്ക് എന്തുണ്ടായില്ല, ഭേദം വന്നില്ല, അല്ലെങ്കിൽ ഇവിടെ രോഗത്തിനൊരു വിടുതൽ വന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവള് പരവശയായി തീർന്നെന്നാണ് പറയുന്നത്. എന്താ ഈ പരവശം എന്ന് പറയാൻ നമുക്കറിയാവില്ല. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഞാനങ്ങ് ഹല്ലേലൂയ ഒത്തിരി എന്താ പറയുന്നത്, നമുക്ക് ഒരു ദാഹത്തായി നമ്മൾ ഒത്തിരി പരവശയായെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഭാരപ്പെട്ട് ഭയന്ന് വിറച്ച്, അല്ലെങ്കിൽ ഇവൾക്ക് ഹല്ലേലൂയ എന്തും സംഭവിക്കാം, ഏത് നിമിഷവും മരണം സംഭവിക്കാം, ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവൾ തകർന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് ഒരു വൈദ്യന്മാരാലും ഹല്ലേലൂയ ഇവൾക്ക് വിടുതൽ കിട്ടുന്നില്ല. ഇതെല്ലാം കൂടി ഓർത്തുകൊണ്ട് ഇവൾ ആകെ പരവശയായി തീർന്നിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഇവൾ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ ഒരു വചനം കേൾപ്പാനിടയായി, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ വാക്കുകൾ കേൾപ്പാനിടയായത്. ഇവളപ്പോൾ അവളുടെ സകല ഹല്ലേലൂയ കഴിവുകളും വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഇവൾ വിശ്വസിച്ചു. ഇവിടെ ഹൃദയത്തിലൊരു വിശ്വാസത്തിന്റെ ഹല്ലേലൂയ വിത്ത് വീണത് മറ്റൊന്നുമല്ല, ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ എനിക്ക് പൂർണ്ണമായും വിടുതൽ ലഭിക്കുമെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിക്കാനിടയായി. അവൾ ആ വിശ്വാസത്തോടെയാണ് അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അത്ര പെട്ടെന്ന് പോയി യേശുവിനെ തൊടുവാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ കർത്താവിനെ ചുറ്റും ഒത്തിരി ശിഷ്യന്മാരും അതുപോലെ വലിയൊരു ജനസമൂഹമൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഭേദിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, യേശുവിന്റെ അടുക്കൽ ചെല്ലേണ്ടത്. ഒരു സ്ത്രീ ഇവരെ ഭേദിച്ചുകൊണ്ട് ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ കാലഘട്ടം. പ്രത്യേകിച്ച് യഹൂദന്മാരെയൊക്കെ പോയി തൊടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നിയമം അവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, അതേ നിലയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഇവൾ പുറകിലൂടെ ചെന്നിട്ട് ഹല്ലേലൂയ ഇവളുടെ വിശ്വാസം വെച്ച് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുവാനിടയായി. അവിടെയാണ് ഇതാണ് കുറിവാക്യം അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശു തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. കാര്യം എന്താ, മറ്റൊന്നുമല്ല. യേശു പറയുന്നുണ്ട്, ഹല്ലേലൂയ എന്നെ തൊട്ടതാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർ ചോദിക്കുകയാ, ഇത്രയും ജനമൊക്കെ നിന്നെ തിക്കി തിരക്കുമ്പോൾ നിന്നെ തൊട്ടതാരൻ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടു ഒരു സ്ത്രീ. കാരണം മറ്റൊന്നുമല്ല, എന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ദൈവത്തെ തൊട്ടാൽ നീ കർത്താവിന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ആത്മാവ് പുറപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസമാണ് ഹല്ലേലൂയ ആ പുറപ്പെടുവാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. കാരണം ആത്മാവ് തന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പലരും തിക്കി തിരക്കുന്നുണ്ട്, പലരും യേശുവിനെ കാണുന്നുണ്ട്, യേശുവിനെ തൊടുന്നുണ്ട്. പക്ഷേ അവിടെ ആ കടന്നു വന്ന അനേക ജനങ്ങളുണ്ടെങ്കിലും അവർക്കൊക്കെ പലർക്കും രോഗങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നെങ്കിലും പനിയുടെ അസ്വസ്ഥത നമ്മൾ ഉയർത്തി പറയുന്നെങ്കിലും പല രോഗത്തിനും നമ്മൾ ഹല്ലേലൂയ അധീനരല്ലേ. നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഹല്ലേലൂയ ചില അസുഖങ്ങൾ മാത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഹല്ലേലൂയ. അവിടെ കടന്നു വന്ന അല്ലെങ്കിൽ ആ തിരക്കുന്നവർക്കൊക്കെ പല രോഗങ്ങളുണ്ട്. അവരൊക്കെ യേശുവിനെ മുട്ടുന്നുണ്ട്, അവന്റെ വസ്ത്രത്തിൽ തൊടുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും സൗഖ്യം വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസത്തോടെ ആര് തൊട്ടോ അവർക്ക് സൗഖ്യം ലഭിക്കാനിടയായി. കർത്താവിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവാനിടയായി. അതാണ് അവർക്ക് സൗഖ്യം ലഭിക്കാനിടയായി.
ഇവിടെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറയാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയും. എന്നെ കണ്ടവരാരെ കണ്ടു? പിതാവിനെ കണ്ടു. എന്താ യേശു അങ്ങനെ പറയാൻ കാരണം? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്നെ കണ്ടവൻ എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടവരാണോ? എന്റെ ചോദ്യം, യേശുവിനെ കണ്ടവരാണോ പിതാവിനെ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ കണ്ടു, പക്ഷെ അവരാരും പിതാവിനെ കണ്ടില്ല. എന്താണ് യേശു അങ്ങനെ പറയാൻ കാരണം? എന്നെ കണ്ടു എന്ന് പറയാൻ കാരണം എൻ്റെ ഉള്ളിലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ യേശു എങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു ദൈവമുണ്ട്, ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ കണ്ടവരാണ് പിതാവിനെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ആ ക്രിസ്തുവാണ് ഇവിടെ വിശ്വാസം മൂലം അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുവാനിടയായത്. യേശു കൈസരുടെ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോടായി ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കുന്നു? ഞാൻ യേശുവാണ്, നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കുന്നു? അതിൽ പത്രോസ് പറഞ്ഞത്, നീ യേശുവാണ് എങ്കിൽ പോലും അത് അറിയാം, അത് പത്രോസിന് അറിയാമെങ്കിലും പത്രോസ് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസിന് വെളിപ്പെടുവാനിടയായി. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയതിന്റെ പിതാവാ. കേട്ടോ, ഇവിടെ പിതാവും ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു. കേട്ടോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ പിതാവ് വെളിപ്പെടുത്താതെ പുത്രനെ എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. അതാണ് ദൈവാത്മാവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ അതേ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് വെളിപ്പെടുത്തിയിട്ട് മാത്രമാണ് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുവാനിടയായത്. പത്രോസിന് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ യേശുവാണെന്നൊക്കെ പറയുമ്പോൾ തന്നെയും യേശുവിന്റെ ഉള്ളിലൊരു ഹല്ലേലൂയ ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ അതാണ് ദൈവം. ആ ദൈവം പുറപ്പെടുമ്പോഴാ ആ വിശ്വാസത്തോട് മാത്രമേ അത് പുറത്തു വരികയുള്ളൂ. ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസത്താൽ ആ ക്രിസ്തു പുറത്തു വന്നാൽ നിന്റെ വിഷയത്തിന് വിടുതലായി തീരും. ഹല്ലേലൂയ സ്തോത്രം. യേശു എന്ന് പറയുന്നത് വചനം ജഡമായി തീർന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ വചനം ജഡമായി ഹല്ലേലൂയ കൃപയും സത്യം നിറഞ്ഞവനായി നമ്മളെ പോലെ ഒരുവനായി നമ്മുടെ കർത്താവ് ജീവിച്ചു. എന്നാൽ ആ കർത്താവ് മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ തന്റെ ഉള്ളിലുള്ള ഹല്ലേലൂയ ക്രിസ്തു എന്ന ദൈവത്തെ പലരും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ കണ്ടവരാ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, പ്രയോന ശിമോനെ നീ ഭാഗ്യവാനാ, കാരണം യേശുവിനെ കണ്ടതല്ല, യേശുവിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ടത് ഭാഗ്യവാനാ. ആ ക്രിസ്തു നിന്നെ വിടുവിക്കുന്നത് അത് വിശ്വാസത്താലേ ആ ക്രിസ്തു നിന്നിൽ വെളിപ്പെടുകയുള്ളൂ. ഇവൾ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടത്, യേശുവിന്റെ വസ്ത്രത്തിലാ തൊട്ടതെങ്കിലും അല്ല അവൾ തൊട്ടത്. കാരണം അവൾ അത്രമാത്രം തകർന്നവളാ. ഇനി അവൾക്ക് മുൻപിൽ ചിന്തിക്കാനില്ല, ഭരണം മാത്രം മുൻപിൽ കണ്ടവള് ഹല്ലേലൂയ സകലവും ദൈവത്തിന്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ അടിയറ വെച്ചുകൊണ്ട് അവൾ യേശു തന്നെ അല്ല, അതിന്റെ ഉള്ളിലുള്ള ദൈവത്തെ അവൾ മുറുകെ പിടിച്ചു. ആ വിശ്വാസത്തിൽ അവൾ എന്ത് ചെയ്തു? അവൾക്ക് വിടുതലേ പാലിട്ട് ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആത്മാർത്ഥമായി ദൈവത്തെ പിടിക്കുന്നുവെങ്കിൽ, ആ ക്രിസ്തുവിനെ പിടിക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിപ്പാൻ ഈ ദൈവം മതിയായ ദൈവം. കർത്താവ് പറയുന്നത്, സ്ത്രീയെ കണ്ടോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. കണ്ടോ, വിശ്വസിച്ചത് കൊണ്ടാ. വിശ്വാസിക്കാതെ അനേകർ യേശുവിനെ തൊടുന്നു, അവർക്ക് ആർക്കും വിടുതൽ കിട്ടിയില്ല. എന്നാൽ നീ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ നിനക്ക് വിടുതൽ ലഭിക്കാനിടയായി. സ്ത്രീ, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. ഞാനും നിങ്ങളും വിശ്വാസത്തോടെ ക്രിസ്തുവിനെ തൊട്ടാൽ ഹല്ലേലൂയ വിടുതൽ ഉറപ്പായ യാതൊരു സംശയമില്ല. പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നത്. തോമസിനോട് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം. തോമസിനോട് കർത്താവ് പറഞ്ഞ്, നീ ഹല്ലേലൂയ സ്തോത്രം വിശ്വസിക്കുന്ന ഹല്ലേലൂയ വിശ്വാസത്തോടെ ഹല്ലേലൂയ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അവിടെ വിശ്വാസമാണ് തോമസിനോട് കർത്താവ് പറയുവാനിടയായത്. അവന് വിശ്വാസമില്ല, ദൈവത്തെ കാണുക. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വിരലിട്ട് ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ ആണിപ്പാടി തന്റെ വിരലിട്ട് ഹല്ലേലൂയ സ്തോത്രം അവൻ വിശ്വസിക്കുവാൻ തുടങ്ങി. എന്നാൽ കർത്താവ് പറഞ്ഞ്, കാണാതെ വിശ്വസിക്കാൻ. ഈ സ്ത്രീ യേശുവിനെ കണ്ടുവെങ്കിലും ദൈവത്തെ അവൾ കാണാതെ വിശ്വസിച്ചു. ഈ കർത്താവിന്റെ വസ്ത്രത്തിൽ എനിക്ക് തൊട്ടാൽ മതി, എനിക്ക് വിടുതൽ ലഭിക്കും. അവൾ കാണാതെ വിശ്വസിച്ചത് കൊണ്ട് അത് അവൾക്ക് വിടുതലിന് കാരണമായിരിക്കും. ഞാനും നിങ്ങളും കാണാതെ വിശ്വസിച്ചാൽ, ദൈവത്തിൽ ഞാൻ കാണാതെ ഞാനും നിങ്ങളും ആശ്രയിച്ചാൽ വിടുതൽ ഉറപ്പാണെന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, വിശ്വാസം നിന്നെ രക്ഷിച്ചു. മാത്രമല്ല ബാധ ഒഴിഞ്ഞു ഹല്ലേലൂയ നീ സ്വസ്ഥയായിരിക്കുക, സമാധാനത്തോടെ പോകുവാൻ പറഞ്ഞു. എന്താ അവൾക്ക് ഹല്ലേലൂയ പല വൈദ്യന്മാരാലും ഹല്ലേലൂയ അവൾക്ക് ഹല്ലേലൂയ ചികിത്സ ചെയ്തിട്ട് അവൾക്ക് വിടുതൽ കിട്ടാതെ പോയത് മറ്റൊന്നുമല്ല, അത് അവൾക്ക് രോഗമല്ലായിരുന്നു. സ്തോത്രം. അത് അവൾക്ക് ബാധയായിരുന്നു. ഹല്ലേലൂയ. ഒരു ബാധയെ ചികിത്സിക്കുവാൻ ഈ ലോകത്തിലെ ഒരൊറ്റ വൈദ്യനും കഴിയത്തില്ല. അത് കഴിയുന്നെങ്കിൽ ബാധയുടെ മേൽ അധികാരം പ്രാപിച്ച ഒരേ ഒരുവൻ മാത്രം
മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആ യേശുവിനാലല്ലാതെ വിടുതലില്ലെന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതേ ബാധയായിരുന്നു, അത് രോഗമല്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബാധയാൽ ഹല്ലേലൂയ ഭാരപ്പെടുമ്പോൾ അത് രോഗമെന്ന് പറഞ്ഞ് പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നാം മാറ്റി വയ്ക്കാറുണ്ട്. ഒരിക്കലും വിടുതൽ ലഭിക്കത്തില്ല കേട്ടോ. അത് ബാധയാണെങ്കിൽ ആ ബാധ ഒഴിഞ്ഞെങ്കിലേ വിടുതൽ ലഭിക്കുകയുള്ളൂ. ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാൻ കർത്താവ് പറഞ്ഞു. ബാധയൊഴിഞ്ഞാൽ സ്വസ്ഥത ലഭിക്കും കേട്ടോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് ബാധയാലാണ്. ഹല്ലേലൂയ, പലതും ബാധിക്കുന്നത് കൊണ്ടാകട്ടോ നമുക്ക് പലപ്പോഴും സ്വസ്ഥത കിട്ടാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഓരോ പദങ്ങളും ദൈവാത്മാവ് പറഞ്ഞത് ആത്മീയ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമ്മൾ ഭൗതികമായിട്ട് അതിനെ കാണുന്നെങ്കിലും അവൾ വസ്ത്രത്തിൽ തൊട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ വസ്ത്രത്തിൽ അവളല്ല അവൾ തൊട്ടത്. യേശുവിൻ്റെ ഹൃദയത്തിലെ ഉള്ളിലവൾ തൊട്ടത്. അതുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞ എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. അവൾ അവിടെ വരെയും തൊട്ട്, അവൾ ഉള്ളുവരെയും തൊടുവാനിടയായി. അതുകൊണ്ടാണ് ശക്തി പുറപ്പെട്ടത്. പലരും പുറമേ തൊടുമ്പോഴും ശിഷ്യന്മാർ പറഞ്ഞു പുറമേ നിന്നെ വസ്ത്രത്തിൽ തൊടുന്നല്ലോ. അവങ്ങനെയൊന്നും ആത്മാവ് പുറപ്പെടത്തില്ല. അവൾ തൊട്ടത് ക്രിസ്തുവിന്റെ ഉള്ളിലാ. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് പുറപ്പെടുവാനിടയായി. ദൈവജനമേ, അത് വിശ്വാസത്തോടെ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് തൊടുവാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ വിശ്വാസം അത്ര ആഴമുള്ളതായിരിക്കണം. വിശ്വാസത്തോടെ ഞാനും നിങ്ങളും ദൈവത്തെ തൊട്ടാൽ വിടുതലായിരിക്കും. ഇവിടെ ബാധയായിരുന്നു കൊണ്ടാണ് ഒരു ഹല്ലേലൂയ വൈദ്യന്മാർക്കും അവളെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയത്. തന്നെയല്ല ഇവിടെയുള്ള വൈദ്യന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ എല്ലാ രോഗത്തിനൊന്നും ഹല്ലേലൂയ എന്തില്ല, അവർക്ക് ചികിത്സിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു മനുഷ്യനെ നമുക്കറിയാമല്ലോ, ഇന്ന് വൈദ്യന്മാർ നമ്മൾ ഇന്ന് ഡോക്ടർമാരുടെ അടുത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. ഒരു ആശുപത്രി നമ്മളിപ്പോൾ ആശുപത്രിയോട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ രോഗങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും ഓരോ ഡോക്ടർമാരാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ടിൻ്റെ ഹല്ലേലൂയ ഒരു മനുഷ്യന് ഒത്തിരി അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവത്തിനും ഓരോ ഡോക്ടർമാരാണ്. ഹാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർഡിയോളജിയാണ് നോക്കുന്നത്. കാർഡിയോളജിയാണ് ഹാർട്ട് നോക്കുന്നത്. എല്ലിൻ്റെ കാര്യങ്ങൾ നോക്കുക, അസ്ഥിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൽ ഓർത്തോയാണ് നോക്കുന്നത്. അതുപോലെ കണ്ണിൻ്റെ ആണെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റ് ആണ് നോക്കുന്നത്. അതുപോലെ ഹല്ലേലൂയ ന്യൂറോ സർജന് ഹല്ലേലൂയ സ്തോത്രം തലയുടെ ഹല്ലേലൂയ കാര്യങ്ങളാണ് നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഇത്ര വലിയ മനുഷ്യനെ ആക്കിയ മനുഷ്യൻ വളരെ വലിയ ഒരു മനുഷ്യനാകട്ടോ. നമ്മൾ ഈ 7 അടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 7 അടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുക. ഇവൻ വലിയ മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത് ഈ മനുഷ്യനെ ഭയങ്കര അതിശയകരമായ വിധത്തിൽ സൃഷ്ടിച്ചെന്ന്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഒരു മനുഷ്യന്റെ സകല അവയവങ്ങളെ കുറിച്ചും പഠിച്ചിട്ട് ഒരു ഡോക്ടർക്കും ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചികിത്സ അവന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവന് സമയം കിട്ടത്തില്ല. കാരണം അവന്റെ ഒരു മനുഷ്യന്റെ ആയുസ് നമുക്കറിയാം 70 സംവത്സരം അല്ലെ 80 സംവത്സരം. ഈ 70-80 ഒക്കെ ആവുന്ന വർഷങ്ങൾ അവൻ കിടന്ന് പഠിച്ചാൽ പോലും ഒരു മനുഷ്യന്റെ മൊത്തം അടിമുടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മനുഷ്യൻ വലിയവനാ. ദൈവം ആ നിലയിലാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അതിശയകരവും ഭയങ്കരമായി ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുക. നമുക്കറിയാം മൃഗങ്ങളെയൊക്കെ നോക്കുന്ന മൃഗഡോക്ടർമാരുണ്ട്. മൃഗത്തിനെയൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവയവങ്ങളൊന്നും നോക്കിയൊന്നുമല്ല പഠിക്കുന്നത്. അവർ മൊത്തത്തിൽ ഒരു മൃഗത്തിന്റെ മൊത്തം അല്ലെങ്കിൽ പക്ഷിയുടെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, അവർ പഠിക്കും. അവർ പഠിക്കാൻ പറ്റും. അവർ അത് അത്രയ്ക്കേ ഉള്ളൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് അവർ ദൈവം സൃഷ്ടിച്ചതാ. എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല. ദൈവത്തിന്റെ കരങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച് ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചതാ. ഈ മനുഷ്യനെ കുറിച്ച് എല്ലാം ഒന്നും പഠിച്ചെടുക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയും. എല്ലാ രോഗങ്ങൾക്കും ഒരു വിടുതലുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. രോഗങ്ങൾ അതുകൊണ്ടല്ലേ നമ്മൾ തന്നെ പാട്ടുകാരൻ പറയുന്നില്ല, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നോരെന്നേക്കും എൻ്റെ അതിപ്പം രോഗമായാലും ബാധയായാലും നമ്മുടെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും, വിടിവിക്കാൻ കഴിയും. ആ ശിഷ്യന്മാർക്ക് പോലും കഴിയാത്തത് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവ് എന്ത് ചെയ്തു? പിടിച്ചു കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ആർക്കും കഴിയാത്തതിനെ പിടിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്തോത്രം. കാരണം നമ്മളൊക്കെ മനുഷ്യർ, ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ മനുഷ്യർ, അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. അവരുടെ പരിധി ഹല്ലേലൂയ സ്തോത്രം അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞപ്പോൾ, എല്ലാ വൈദ്യന്മാരും ഈ രോഗിയെ കൈയൊഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ തുടങ്ങി. മനുഷ്യനെ അസാധ്യം ദൈവത്തിന് സകലവും സാധ്യമാ. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ദൈവം
നമ്മെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് വചനം ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുൻപിൽ സറണ്ടറാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവത്തിന് ബാധയുന്നില്ല, രോഗമൊന്നുമില്ല. നിന്റെ ഏത് വിഷയമായിരുന്നാലും, നിന്റെ ഏത് ഭാരമായിരുന്നു, ഏത് വേദനയായിരുന്നാലും, അല്ലേ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ചെറിയ പനി മുതൽ അതിന്റെ അങ്ങേയറ്റം വരെയുള്ള ക്യാൻസർ പോലും സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതാണ് നമ്മുടെ കർത്താവ്. ആത്മാവിന് കഴിയാത്ത ഒന്നുമില്ല. മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ മനുഷ്യനുണ്ടാകുന്ന ഏതെല്ലാം അവന്റെ എല്ലാം പാർട്സുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ്. ഇവിടെ കർത്താവ് പറയുക, ബാധയൊഴിഞ്ഞു കേട്ടോ. ഇതുവരെയും നിന്നെ അലട്ടിക്കൊണ്ടിരുന്നത്, നിന്റെ നന്മ തകർത്തു കളഞ്ഞത്, നിന്നെ ഈ പരുവത്തിലാക്കിയത് ബാധയായിരുന്നു. അത് ഒഴിഞ്ഞുപോയി. ഇനി നീ സ്വസ്ഥയായിരിക്കുക. പലപ്പോഴും സ്വസ്ഥത കിട്ടാതെ, അല്ലെങ്കിൽ സമാധാനം കിട്ടാതെ ഞാൻ നിങ്ങൾ അലയുന്നെങ്കിൽ ബാധയാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. അതിന് പരിഹാരം ക്രിസ്തു മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നീ വിശ്വാസത്തോടെ അടുത്ത് ചെന്നാൽ, നിന്റെ വിഷയം ദൈവസന്നിധിയിൽ നിരത്തി വെച്ചാൽ അവൻ നിന്നെ വിടുവിക്കുവാൻ മതിയായ ദൈവമാ. ഇവിടെ പറയുന്നു സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. അതെ, ഇവൾ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടു എന്ന് വെച്ചാൽ ഇവൾ ഭൗതികമായും വിടുതൽ പ്രാപിച്ചു, ഇവൾ ആത്മീയമായും ഇവൾ ദൈവവൈതലായി തീർന്നേ. കാരണം വിശ്വാസത്തോടെയല്ലേ കർത്താവിനെ തൊട്ടത്. അതാണ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്ത്രീയെ നിന്നെ നിന്റെ വിശ്വാസം എന്ത് ചെയ്തെന്നാ രക്ഷിച്ചെന്നാ പറഞ്ഞത്. ഏത് രക്ഷയാ? അവളുടെ രോഗം പോയ രക്ഷയല്ല, അവൾ നിത്യതയിലെത്തി എന്നുള്ള രക്ഷയാ. അവൾക്ക് അവിടെ എത്തുവാൻ ദൈവം അവൾക്ക് വഴി ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരു രോഗം മുഖാന്തരം, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് ഈ വാദ മുഖാന്തരം എന്തായാലും ഇവിടെ എന്ത് ചെയ്തത്, ഹല്ലേലൂയ, അങ്ങ് നിത്യതയിൽ എത്തിച്ചു. ഹല്ലേലൂയ. അവിടെ ചില ബാധയൊക്കെ കടന്നു വരുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് നല്ലതിനായിരിക്കും കേട്ടോ, ഒരു ഗുണത്തിനായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. നമ്മൾ വിശ്വാസത്താലല്ലേ നമ്മുടെ കർത്താവിനെ കാണുന്നത്. വിശ്വസിക്കുകയും ഇസ്ലാമിലേക്കും ചെയ്ത് എന്ത് ചെയ്യുന്ന രക്ഷിക്കപ്പെടുന്ന. ഇവിടെ വിശ്വസിച്ചു, ദൈവത്തെ തൊട്ടു, ഹല്ലേലൂയ, അതുമൂലം ഇവൾക്ക് നിത്യയുടെ അവകാശമായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ഭൗതികമാകുന്ന രോഗം മാറി ഇവൾക്ക് ആത്മീയമായ ഒരു വലിയ വിടുതൽ ലഭിക്കാൻ കഴിയും. അത് കർത്താവ് പറഞ്ഞു, നീ സ്വസ്ഥയായിരിക്കുക. നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നത് എവിടെയാ? ക്രിസ്തുവില. ഹല്ലേലൂയ. മുമ്പേ ഹല്ലേലൂയ സംഘടന പ്രബോധനം പറഞ്ഞതുപോലെ പലപ്പോഴും സമാധാനമില്ലാതെ ജീവിതത്തിൽ ഹല്ലേലൂയ അലയുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ഒരു സ്ത്രീയോട് പറയാം, നീ സമാധാനത്തോടെ പോകാനാണ് പറയുന്നത്. എന്താ സമാധാനം പലപ്പോഴും ജീവിതത്തിൽ ഇല്ലാതെ വരുന്നത്? ബാധകളാലും മറ്റു വലിയ വിഷയങ്ങളാലും നമുക്ക് പലപ്പോഴും സമാധാനം ലഭിക്കാതെ വരുമ്പോൾ ഹല്ലേലൂയ, സമാധാനപ്രിയൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനോട് മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. മുമ്പേ സഹോദരി പാടിയതുപോലെ ഹല്ലേലൂയ, ആ പാട്ട് ഒന്നുകൂടി ഞാനൊന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുക. സമാധാനം ഇല്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധാരണി തന്നിൽ. ഓ സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധാരണി തന്നിൽ. ദൈവത്തിൻ കുഞ്ഞുങ്ങൾ ആരും തന്തരണി ക്ലേശിപ്പാലേവാലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾ ആരും തന്തരണിയിൽ ക്ലേശിപ്പാലേവാലേശം സാധ്യമല്ല. കാകളം കാതുകളിൽ കേട്ടിടാൻ ദൈവാരൂഢർ പൊന്നീടർ ദൈവാരൂഢർ പൊന്നീടകൾ കേട്ടിടാൻ. പലർക്കും സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ യേശു ഇതുവരെയും ഈ സ്ത്രീയോട് പറയുക, നീ ഇതുവരെയും സമാധാനമില്ലാതെ ഭാരപ്പെട്ടവളല്ലയോ? ബാധയാണ് നിന്നെ ഇത്രത്തോളം നിന്റെ സമാധാനം എടുത്തു കളഞ്ഞത്. എന്നാൽ ബാധ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുക. കാരണം നീ എന്നെ വിശ്വസിച്ചു, നീ എന്നെ തൊട്ടു, നീ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ബാധ ഒഴിഞ്ഞു. ഇനി നീ സ്വസ്ഥയായിരിക്കുക. കാരണം നീ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുക. നിന്റെ പ്രാണൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുക. നീ ഹല്ലേലൂയ സ്വസ്ഥതയുടെ അവകാശിയ. എവിടെയാണ് നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നത്? ഈ ഭൂമിയിൽ സ്വസ്ഥത കിട്ടുമോ? ഇല്ല. സ്വസ്ഥത കിട്ടുന്നത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ പ്രയാണം ചെയ്യുന്നത്. സ്വസ്ഥതയും സമാധാനവും അവിടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൽ ആരും സമാധാനം തരത്തില്ല. കർത്താവ് പറയുന്നത്, ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സമാധാന പ്രിയൻ. അതേ സ്വസ്ഥതയും സമാധാനവും ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അവളോട് പറയുക, നീ സമാധാനത്തോടെ സ്വസ്ഥയായിരിക്കുക. ബാധ ഒഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര നല്ല അനുഗ്രഹം ഹല്ലേലൂയ, സ്തോത്രം ഈ സ്ത്രീക്ക് ലഭിക്കാനിടയായി. ഇവൾ പലപ്പോഴും ഹല്ലേലൂയ തകർന്നു പോകും എന്ന് ഓർത്ത് ഹല്ലേലൂയ, ഒരു വൈദ്യന്മാരാലും എന്നെ സൗഖ്യമാക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെട്ട സ്ഥാനത്ത് ഹല്ലേലൂയ, ഇവൾ യേശുവിനെ കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഞാൻ നിങ്ങൾ യേശുവിനെ കണ്ടവരാ. ഹല്ലേലൂയ, പലതിനെ ഓർത്ത് ഞാൻ നിങ്ങൾ
ഭാരപ്പെടുന്നെങ്കിൽ ദൈവമക്കളെ ഞാൻ ഒന്ന് പറയാം, യേശുവിനെ തൊടേണ്ട പോലെ നീ ഒന്ന് തൊട്ട് നോക്ക്. വിഷയം ഏതുമായിരുന്നോട്ടെ, ബാധയായിരുന്നോട്ടെ, അല്ല ഏത് രോഗവുമായിരുന്നോട്ടെ, യേശുവിനാൽ കഴിയാത്ത ഒന്നുമില്ല. ഞാൻ നിന്നെ ഒരു നാളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അടുത്ത് വരുന്നതിനെ ഞാൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കർത്താവിന്റെ വചനം നമുക്ക് എത്ര ഉറപ്പ് തരുന്ന. ഹല്ലേലൂയ, സ്തോത്രം. അതേ കർത്താവിന്റെ അടുക്കൽ വന്ന ഇവളെ ദൈവം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. പൈതന്മാരെ ഉപേക്ഷിച്ചപ്പോൾ, യോഗ ഉപേക്ഷിച്ചപ്പോൾ, അവൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും അവളെ ഉപേക്ഷിച്ച് പാളയത്തിന് പുറത്ത് തള്ളിക്കളഞ്ഞപ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നില്ല. നിന്റെ വേദന ഭാരങ്ങള് ദൈവത്തിന് ഇറക്കി വെക്കേ, സമാധാനം തരും, സന്തോഷം തരും. ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം വെച്ച ദൈവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കും.